ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ 7:30 കേട്ടോ. ഇന്ന് ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമാണ്. ഇന്നും നാളെയും. എങ്ങനെയുണ്ട് ഈ സൽവാർ? ഇത് അജിയോന്ന് വാങ്ങിയതാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് എൻ്റെ കസിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ്. സോ ആ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു അവസാനമാകാൻ പോവാണ്. ലൈക്ക് ദേ ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ് നാളെ. അത് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട്. സോ ഞങ്ങൾ കാലിക്കറ്റ് നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഗുരുവായൂർക്ക് പോകും. ഗുരുവായൂർക്ക് പോകുന്നതിന് മുന്നേ ദക്ഷിണ കൊടുക്കൽ ചടങ്ങൊക്കെ ഉണ്ട്, അവൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പം ഈ ഒരു കല്യാണം എനിക്കൊരു വ്ളോഗായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞങ്ങൾ എല്ലാവരും എടുക്കാൻ പോകുന്ന സാരിയൊക്കെയാണ്. ഞങ്ങൾ സെൽഫ് തന്നെയാണ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഓരോരുത്തരുടെ സാരി, ഓരോരുത്തർ ഇൻട്രഡക്ഷൻ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഇവിടെ കുടുംബക്ഷേത്രത്തിലൊരു ഉത്സവമുണ്ട് നാളെ പോകാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഇന്നേ ഗുരുവായൂർക്ക് പോകണമല്ലോ. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങിയതാണ്. ഇതേ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ കേട്ടോ ഞാൻ അവൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. സോ ഗുരുവായൂരിലെ വിശേഷങ്ങളും ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. മാക്സിമം ഞാനെല്ലാം കവർ ചെയ്യുന്നുണ്ട്. കാലിക്കട്ട് രാവിലെ 5 മണിക്കാണ് പുലർച്ചെ. അതെനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഞാൻ നല്ല ഉറക്കത്തിലിരിക്കും. പക്ഷേ ഞാൻ മാക്സിമം ആർക്കുണ്ടെങ്കിലും വീഡിയോ എടുപ്പിച്ചിട്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ പിന്നെന്താണ്, ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഞാനുണ്ട്, അനിയത്തിയുണ്ട്, അനിയത്തിയുടെ ഹസ്ബൻഡ് ഉണ്ട്. കൊടൈക്കനാൽ വീഡിയോസിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അച്ഛനുണ്ട്, അച്ഛൻ ഓൾറെഡി പോയി. സോ ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അമ്പലത്തിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് നാളെ പരിപാടിയാണ്. ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ റോഡൊക്കെ, നല്ല വയലാണ് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ്. അവരിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ അവസ്ഥയൊക്കെ ശോചനീയമാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഇതാണ് കുന്നമംഗലം വരെ ഇങ്ങനെയാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഗ്രാമം. ആ വയലിൻ്റെ അപ്പുറത്താണ് കേട്ടോ അമ്പലം. ഇതാണ് ഞങ്ങളുടെ എടാളി ഭഗവതി ക്ഷേത്രം, കുടുംബക്ഷേത്രമാണ്. ഇപ്പോൾ അവിടെ നമ്പൂരിയൊക്കെ പ്രശ്നം വെച്ചിട്ട് എന്തൊക്കെയോ പറയുകയാണ്. ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ. ലൈവായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഇവിടെ വെള്ളയപ്പമാണ്. നമ്മളിപ്പം അപ്ഡേറ്റ് ചെയ്ത് പോകാമായിരുന്നു. വെള്ളയപ്പം നമുക്കിങ്ങനെ ലൈവായിട്ട് ഒരു ഉണ്ടാത്ത കറി. ആൻഡ് വി ഹാവ് വൺ ടീ ഓവർ ഹിയർ. നമുക്ക് ഷുഗർ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടാം. ഇറ്റ്സ് മിനിമലാണ്. എടുത്തുണ്ട് വെള്ളയപ്പം, ഒരു ഇഷ്ടം ആൻഡ് ചായ. അച്ഛൻ ഓൾസോ ഹാവിങ്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഈ വയലിൻ്റെ നടുക്ക് കൂടെ ഇപ്പം ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ചൂടുകാലാണെങ്കിലും ഈ വയലിൻ്റെ നടുക്കിൽ രാവിലെ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു നേരിയ തണുപ്പുണ്ട് കേട്ടോ, നല്ല കാറ്റും.